പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം 15-ാം അധ്യായം 1 മുതൽ 3 വരെയും 11 മുതൽ 32 വരെയുമുള്ള വാക്യങ്ങൾ. അക്കാലത്ത് ചുങ്കക്കാരും പാപികളുമെല്ലാം അവൻ്റെ വാക്കുകൾ കേൾക്കാൻ അടുത്തു വന്നുകൊണ്ടിരുന്നു. ഫരിസേയരും നിയമജ്ഞരും പിറുപിറുത്തു, ഇവൻ പാപികളെ സ്വീകരിക്കുകയും അവരോടുകൂടെ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു. അവൻ അവരോട് ഈ ഉപമ പറഞ്ഞു. അവൻ പറഞ്ഞു, ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. ഇളയവൻ പിതാവിനോട് പറഞ്ഞു, പിതാവേ, സ്വത്തിൽ എൻ്റെ ഓഹരി എനിക്ക് തരുക. അവൻ സ്വത്ത് അവർക്കായി ഭാഗിച്ചു. ഏറെ താമസിയാതെ ഇളയ മകൻ എല്ലാം ശേഖരിച്ചുകൊണ്ട് ദൂരദേശത്തേക്ക് പോയി. അവിടെ ധൂർത്തനായി ജീവിച്ച് സ്വത്ത് നശിപ്പിച്ചു കളഞ്ഞു. അവനെല്ലാം ചെലവഴിച്ചു കഴിഞ്ഞപ്പോൾ ആ ദേശത്ത് ഒരു കഠിനക്ഷാമം ഉണ്ടാവുകയും അവൻ ഞെരുക്കത്തിലാവുകയും ചെയ്തു. അവൻ ആ ദേശത്തെ ഒരു പൗരൻ്റെ അടുത്ത് അഭയം തേടി. അയാൾ അവനെ പന്നികളെ മേയ്ക്കാൻ വയലിലേക്ക് അയച്ചു. പന്നി തിന്നിരുന്ന തവിടെങ്കിലും കൊണ്ട് വയറു നിറയ്ക്കാൻ അവൻ ആശിച്ചു. പക്ഷേ ആരും അവന് കൊടുത്തില്ല. അപ്പോൾ അവന് സുബോധമുണ്ടായി. അവൻ പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ എത്രയോ ദാസന്മാർ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നു, ഞാനോ ഇവിടെ വിശന്നു മരിക്കുന്നു. ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് പോകും. ഞാൻ അവനോട് പറയും, പിതാവേ, സ്വർഗത്തിനെതിരായും നിൻ്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു. നിൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാനിനി യോഗ്യനല്ല. നിൻ്റെ ദാസരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ. അവൻ എഴുന്നേറ്റ് പിതാവിൻ്റെ അടുത്തേക്ക് ചെന്നു. ദൂരെ വെച്ച് തന്നെ പിതാവ് അവനെ കണ്ടു. അവൻ മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചു, ചുംബിച്ചു. മകൻ പറഞ്ഞു, പിതാവേ, സ്വർഗത്തിനെതിരായും നിൻ്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു. നിൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാനിനി യോഗ്യനല്ല. പിതാവാകട്ടെ തൻ്റെ ദാസരോട് പറഞ്ഞു, ഉടനെ മേൽത്തരം വസ്ത്രം കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിക്കുവിൻ. ഇവൻ്റെ കയ്യിൽ മോതിരവും കാലിൽ ചെരുപ്പും അണിയിക്കുവിൻ. കൊഴുത്ത കാളക്കുട്ടിയെ കൊണ്ടുവന്ന് കൊല്ലുവിൻ. നമുക്ക് ഭക്ഷിച്ച് ആഹ്ലാദിക്കാം. എൻ്റെ ഈ മകൻ മൃതനായിരുന്നു, അവനിതാ വീണ്ടും ജീവിക്കുന്നു. അവൻ നഷ്ടപ്പെട്ടിരുന്നു, ഇപ്പോൾ വീണ്ടും കിട്ടിയിരിക്കുന്നു. അവർ ആഹ്ലാദിക്കാൻ തുടങ്ങി. അവൻ്റെ മൂത്ത മകൻ വയലിലായിരുന്നു. അവൻ തിരിച്ചു വരുമ്പോൾ വീടിനടുത്ത് വെച്ച് സംഗീതത്തിൻ്റെയും നൃത്തത്തിൻ്റെയും ശബ്ദം കേട്ടു. അവൻ ഒരു വേലക്കാരനെ വിളിച്ച് കാര്യം തിരക്കി. വേലക്കാരൻ പറഞ്ഞു, നിന്റെ സഹോദരൻ തിരിച്ചു വന്നിരിക്കുന്നു. അവനെ സസുഖം തിരിച്ചു കിട്ടിയതുകൊണ്ട് നിന്റെ പിതാവ് കൊഴുത്ത കാളക്കുട്ടിയെ കൊന്നിരിക്കുന്നു. അവൻ കോപിച്ച് അകത്ത് കയറാൻ വിസമ്മതിച്ചു. പിതാവ് പുറത്തു വന്ന് അവനോട് സാന്ത്വന വചനങ്ങൾ പറഞ്ഞു. എന്നാൽ അവൻ പിതാവിനോട് പറഞ്ഞു, നോക്കൂ, എത്ര വർഷമായി ഞാൻ നിനക്ക് ദാസവേല ചെയ്യുന്നു. ഒരിക്കലും നിന്റെ കൽപ്പന ഞാൻ ലംഘിച്ചിട്ടില്ല. എങ്കിലും എൻ്റെ കൂട്ടുകാരോടൊത്ത് ആഹ്ലാദിക്കാൻ ഒരു ആട്ടിൻകുട്ടിയെപ്പോലും നീ എനിക്ക് തന്നില്ല. എന്നാൽ വേശ്യകളോട് ചേർന്ന് നിന്റെ സ്വത്തെല്ലാം ദൂർത്തടിച്ച് നിന്റെ ഈ മകൻ തിരിച്ചു വന്നപ്പോൾ അവന് വേണ്ടി നീ കൊഴുത്ത കാളയെ കൊന്നിരിക്കുന്നു. അപ്പോൾ പിതാവ് പറഞ്ഞു, മകനെ, നീ എപ്പോഴും എന്നോടു കൂടെയുണ്ടല്ലോ. എനിക്കുള്ളതെല്ലാം നിൻ്റെതാണ്. ഇപ്പോൾ നമ്മൾ ആനന്ദിക്കുകയും ആഹ്ലാദിക്കുകയും വേണം. എന്തെന്നാൽ നിന്റെ ഈ സഹോദരൻ മൃതനായിരുന്നു, അവനിപ്പോൾ ജീവിക്കുന്നു. നഷ്ടപ്പെട്ടിരുന്നു, ഇപ്പോൾ കണ്ടുകിട്ടിയിരിക്കുന്നു. പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയിൽ പ്രിയപ്പെട്ടവരെ, സ്തുതിയായിരിക്കട്ടെ. ഇന്ന് മാർച്ച് മാസം 29-ാം തീയതി ശനിയാഴ്ച, തപസ് കാലത്തിലെ 3-ാം ആഴ്ച. ഈ സുവിശേഷ ഭാഗത്തിലൂടെ ഈശോനാഥൻ തൻ്റെ കരുണയും സ്നേഹവും നമ്മെ ഈ രാത്രിയിൽ വെളിപ്പെടുത്തി തരികയാണ്. ഈ ഉപമയിൽ
പിതാവിന് 2 പുത്രന്മാരും നഷ്ടപ്പെട്ടിരിക്കുക. വളരെ ഒത്തിരിയേറെ നമ്മൾ ധ്യാനിക്കുകയും ഇതിൻ്റെ ഓരോ ഭാഗങ്ങളും നമുക്ക് ഏത് സമയത്തും എടുത്ത് ധ്യാനിക്കാൻ പറ്റുന്ന, എത്ര സമയം വേണമെങ്കിലും എടുത്ത് ധ്യാനിക്കാൻ പറ്റുന്ന, ദൈവത്തിലേക്ക് കടന്നു വരുവാനും അവിടുത്തെ കരുണയെ ആശ്രയിക്കുവാനും അത് പ്രാപിക്കുവാനുമുള്ള തിരുവചനങ്ങളാണ് നമ്മൾ കാണുക. പിതാവിൽ നിന്ന്, ദൈവത്തിൽ നിന്ന്, ഈശോയിൽ നിന്ന് അകന്നു ആഗ്രഹിക്കുന്ന മകനും മകളുമായി നമ്മൾ നിൽക്കുന്നവരാണ്. തൻ്റെ അപ്പനോടുള്ളതിനേക്കാൾ സ്നേഹം അവന് സ്വത്തിനോട്. ആ പിതാവിനെ മുറിവേൽപ്പിക്കുവാൻ, അതിൽ നിന്നും അകലുവാൻ സ്വാതന്ത്ര്യം വേണം. പിതാവിൻ്റെ കണ്ണെത്താത്തടുത്ത്, പിതാവിൻ്റെ അധികാരമെത്താത്തടുത്ത്, പിതാവിൻ്റെ സ്വാധീനമില്ലാത്തടത്തേക്ക് അവന് പോകണം. ഈ ഒരു അവസ്ഥയിലായിരിക്കുകയാണ് ഈ തപസ് കാലത്തിൽ നമ്മൾ എല്ലാവരും. ആ സ്നേഹത്തിൽ നിന്നും അകന്നുപോയ നമ്മൾ ഈ തപസ് കാലത്തിലായിരിക്കുമ്പോൾ ആ ധൂർത്തപുത്രനുണ്ടായ അതേ തിരിച്ചറിവ്, ഞാൻ എൻ്റെ പിതാവിൻ്റെ സ്നേഹത്തെ തിരിച്ചറിയുന്നു, ആ കരുണയിലേക്ക് ഞാൻ ഓടിയെത്തും എന്നുള്ള ഒരു തീരുമാനമെടുക്കുക, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഇന്ന് നമ്മുടെ കുടുംബങ്ങളിലാണെങ്കിലും നമ്മുടെ വിശ്വാസങ്ങളിലൊക്കെ ഈ ഒരു സ്വാർത്ഥതയിലേക്ക് ഒതുങ്ങുകയാണ്. എനിക്ക്, എൻ്റെ സ്വത്ത്, എൻ്റെ തീരുമാനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ പിതാവിന് മുറിവേൽക്കുന്നുണ്ട്. ആ പിതാവിൻ്റെ സ്നേഹത്തെ തിരസ്കരിക്കുന്നുണ്ട്, അധികാരവലയത്തെ ഉപേക്ഷിക്കുന്നുണ്ട്, കൽപ്പനകളെ ഉപേക്ഷിച്ചുകൊണ്ട് ഒരു ദേശം തേടിപ്പോകുകയാണ്. പിതാവിൻ്റെ സ്വത്ത് വേണം, സ്വാതന്ത്ര്യം വേണം, പിതാവിൻ്റെ എല്ലാ സ്വാധീനങ്ങളിൽ നിന്ന്, ദൈവത്തിൻ്റെ എല്ലാ സ്വാധീനങ്ങളിൽ നിന്ന് നമ്മൾ അകന്നു പോവുകയാണ് നമ്മളിവിടെ കാണുക. ഈ ദൂരദേശത്തേക്ക് പോയി പിതാവിൻ്റെ മനോഭാവം ഭരിക്കാത്തിടത്ത് നിന്ന് അവനെല്ലാം നശിപ്പിച്ച് കളയാൻ. പിതാവിൽ നിന്ന് ലഭിച്ചതെല്ലാം അവന് നഷ്ടപ്പെടുന്നുണ്ട്. അവൻ്റെ സമ്പത്ത്, അവൻ്റെ ശരീരം, അവൻ്റെ മനസ്സ്, അവൻ്റെ ആത്മാവ് എല്ലാം നഷ്ടപ്പെടുകയാണ്. അവൻ്റെ സൗഹൃദങ്ങളെല്ലാം ഉപേക്ഷിക്കപ്പെട്ടു. അവൻ പോകുന്നിടമൊക്കെ ക്ഷാമമായി മാറുന്നു. അവിടെ അവൻ കിടന്നുകൊണ്ട് പിതാവിൻ്റെ സ്നേഹത്തെക്കുറിച്ച്, പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് ചിന്തിക്കണം. എൻ്റെ ജീവിതത്തിൽ ഈ രാത്രി ഞാൻ ഒത്തിരിയേറെ നിരാശയിൽപ്പെട്ട് കഴിയുകയാണെങ്കിൽ, ഒരു ആത്മഹത്യയുടെ വക്കിൽ പോലും എത്തിയിട്ടുണ്ടെങ്കിൽ, എന്നെ സ്നേഹിക്കുന്ന, എന്നെ കരുതുന്ന ഒരു ദൈവം ഇവിടെയുണ്ട്. ആ ഈശോ എന്നെ കാത്തിരിക്കുകയാണ്. ഒരു പ്രത്യാശ നമുക്ക് നൽകുന്ന ഈ പ്രത്യാശയുടെ വർഷം, ഈ തപസ് കാലത്തിൽ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, ഞാൻ എത്ര പാപിയാണെങ്കിലും എന്നെ കാത്തിരിക്കുന്ന അവൻ എടുത്ത തീരുമാനത്തിന് അവൻ അതിന് മുതിരുകയാണ്. മാറ്റിവെക്കുന്നില്ല, പിന്നത്തേക്ക് വെക്കുന്നില്ല, അതിൽ നിന്ന് പിന്മാറുന്നുമില്ല. അവൻ ഈ ദൈവസ്നേഹത്തിലേക്ക് ഓടിയെടുക്കാൻ തീരുമാനമെടുക്കുന്നു. അതിന് അവൻ നയിക്കപ്പെടുകയും ചെയ്യുന്നു. നമ്മളൊന്ന് ഓർക്കണം, ഇവിടെ ഒരു പിതാവിൻ്റെ കരുണ നമുക്ക് പൂർണ്ണമായും കാണാൻ സാധിക്കും. അകലെ വെച്ച് കാണുന്ന കരുണയുള്ള കണ്ണുകൾ, അവൻ്റെ അടുക്കലേക്ക് തിടുക്കത്തിൽ ഓടിച്ചെല്ലുവാനെത്തുന്ന, തിടുക്കം കൂട്ടുന്ന കാലുകളുള്ള, കരുണയുള്ള കാലുകൾ, അവനെ കെട്ടിപ്പിടിക്കുന്ന കരുണയുള്ള കരങ്ങൾ, അവനെ ചുംബിക്കുന്ന കരുണയുള്ള ചുണ്ടുകൾ, അവന് വേണ്ടി നല്ല വാക്കുകൾ പറയുന്ന കരുണയുള്ള അധരം. അങ്ങനെ കരുണയുള്ള ഒരു സ്നേഹത്തിലേക്കാണ്, ദിവ്യകാരുണ്യത്തിലേക്കാണ് നമ്മൾ ഈ രാത്രി, ഈ തപസ് കാലത്തിൽ ആയിരിക്കുക എന്ന് തിരിച്ചറിയണം. അവൻ പറയുന്ന വാക്കുകളൊക്കെ എന്ത് തിടുക്കത്തോടു കൂടിയാണ്. ഉടനെ തന്നെ അവനെ മേൽത്തരം വസ്ത്രം, പൂർവ്വ പിതാവിന് തൻ്റെ പിതാവിൻ്റെ സ്നേഹം, അധിക സ്നേഹം പ്രകടിപ്പിക്കുവാനായിട്ട് നീളമുള്ള വസ്ത്രം ധരിപ്പിച്ചു എന്ന് നമ്മൾ കാണുന്നുണ്ട്. വെളിപാടിൻ്റെ പുസ്തകത്തിൽ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെയും ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് വിളിക്കപ്പെട്ടവരെയൊക്കെ വെള്ള വസ്ത്രം അണിയിച്ച് നിർത്തുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഈ സ്നേഹത്തിൻ്റെ വസ്ത്രത്തിലേക്ക്, സ്നേഹത്തിൻ്റെ കരുതലിലേക്ക്, പിതാവിൻ്റെ സ്നേഹത്തിലേക്ക് നമ്മളെ ചേർത്ത് നിർത്തുന്നു. മോതിരം ധരിപ്പിക്കുകയാണ്. അതെന്താ? അധികാരം. അവന് എനിക്കുള്ള അധികാരം, എൻ്റെ ശേഷമുള്ള അധികാരമെല്ലാം ഞാൻ ഇവനെ വീണ്ടും ഏൽപ്പിക്കുകയാണ്. അവൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്ന ഈശോയെ, നമുക്ക് നഷ്ടപ്പെട്ടു പോയ എല്ലാ അധികാരവും ഈശോ നമുക്ക് തിരിച്ചു തരും.
നമ്മൾ വീണ്ടും കാണുന്നുണ്ട്, അവനെ ചെരുപ്പുകൾ അണിയിക്കുന്നു. അടിമകൾ ചെരുപ്പുകൾ ധരിക്കാറില്ലായിരുന്നു. പുത്രന്മാരാണ് ചെരുപ്പ് ധരിക്കുക. സ്വാതന്ത്ര്യമുള്ളവനും ഇവൻ്റെ സ്വന്തമെന്ന് കരുതുന്നവനുമാണ് ചെരുപ്പ് ധരിക്കുക. അങ്ങനെ ആ ചെരുപ്പ് കൊടുക്കുന്ന ഒരു പ്രതീകം കൂടി, ഒരു പുത്രൻ്റെ സ്ഥാനത്തേക്ക് നമ്മളെ ഓരോരുത്തരെയും ചേർത്ത് പിടിക്കുന്ന ഒരു സ്നേഹത്തിലേക്കാണ് നമ്മൾ കടന്നു വരിക. കൊഴുത്ത കാളക്കുട്ടിയെ രക്ഷാകരമായ ഒരു വിരുന്നൊരുക്കുകയാണ് ഇവിടെ തമ്പുരാൻ. ഈ തപസ്സുകാലം നമുക്കൊരു രക്ഷാകരമായ, നമ്മളെ രക്ഷിക്കുന്ന ഒരു വലിയ വിരുന്ന് ഈ ദൈവം ഒരുക്കി വെക്കുകയാണ്. അങ്ങനെ ദൈവത്തിലേക്ക് നമുക്ക് കടന്നു വരുവാൻ. ഒപ്പം നമ്മളൊന്ന് ഓർത്ത് നോക്കിയേ, അവിടെ മൂത്ത പുത്രൻ അവനും നഷ്ടപ്പെട്ടിരിക്കുക. ഈ ഒരു മനോഭാവം എന്നിലും നിങ്ങളിലും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഈ മൂത്തപുത്രൻ്റെ ഒരു ചിന്ത, നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് എവിടെയാ? എൻ്റെ സമൂഹത്തിലെ ചില കാര്യങ്ങൾ ഞാൻ ചോദിച്ചറിയേണ്ടത്, എൻ്റെ കുടുംബത്തിലെ ചില കാര്യങ്ങൾ ഞാൻ ചോദിച്ചറിയേണ്ടത് എൻ്റെ കുടുംബത്തിലല്ലേ? പുറത്തുള്ളവരോടാണ്, വേലക്കാരോടാണ്, അല്ലെങ്കിൽ നമ്മുടെ കുടുംബവുമായിട്ട് ഒരു സ്നേഹബന്ധം, നമ്മുടെ വചനങ്ങളായിട്ട്, നമ്മുടെ നിയമങ്ങളായിട്ട്, നമ്മുടെ കൂദാശകളായിട്ടൊക്കെ സ്നേഹബന്ധങ്ങൾ അല്ലെങ്കിൽ അതിനോട് അടുപ്പവും അറിവുമില്ലാത്തവരോടൊക്കെയാണോ നമ്മൾ ചോദിച്ചറിയുക? ഈ ദൈവത്തെക്കുറിച്ച്, ഈ സഭയെക്കുറിച്ച്, നമ്മുടെ കുടുംബത്തെക്കുറിച്ച്, ജീവിത പങ്കാളിയെക്കുറിച്ച് ഞാൻ ചോദിച്ചറിയുന്നത്, മനസ്സിലാക്കിയത് എവിടുന്ന? മറ്റുള്ളവർ പറഞ്ഞ്, കൂട്ടുകാർ പറഞ്ഞ്, നാട്ടുകാർ പറഞ്ഞ്. നമ്മുടെ മക്കളെക്കുറിച്ച് നമ്മൾ ചില കാര്യങ്ങൾ അറിയുന്നത് എങ്ങനെ? മറ്റുള്ളവർ പറഞ്ഞ് എന്നാണ്. എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്, എനിക്ക് അധികാരമുണ്ട്, എനിക്ക് സ്വാധീനമുണ്ട്. എൻ്റെ കുടുംബത്തിൽ എൻ്റെ പിതാവിനോട്, ഈ മൂത്തപുത്രന് പിതാവിനോട് ചോദിക്കാം. അവൻ ചോദിച്ചത് വേലക്കാരനോടാണ്. അകന്നു പോയില്ലേ? പെരുന്നാൾ നടത്തുന്നു, പ്രാർത്ഥിക്കുന്നവരെന്ന് പറയുന്നു, കുരിശും വഹിച്ചുകൊണ്ട് മല കയറാൻ പോകുന്നു. നമ്മൾ ഈ തപസ്സുകാലം ഒരുപാട് പ്രായശ്ചിത്ത പ്രവൃത്തികൾ ചെയ്യുന്നു. പക്ഷേ എൻ്റെ ഈശോയുടെ കൂടെയാണോ? ഈ ഈശോയുടെ ഹിതത്തിനനുസരിച്ചാണോ ഞാൻ എൻ്റെ കുടുംബജീവിതവും ദാമ്പത്യ ജീവിതവും വിശ്വാസ ജീവിതവും ഒക്കെ നയിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു ചിന്ത. ആ പിതാവിൻ്റെ ഹിതത്തിലേക്ക് പ്രവേശിക്കുവാൻ അവൻ തയ്യാറാകാതെ പുറത്തു നിൽക്കുകയാണ്. ആ പിതാവിന് എല്ലാവരും നഷ്ടപ്പെട്ടവരാ. പരസ്യമായി പാപം ചെയ്തവനും രഹസ്യമായി പാപം ചെയ്യുന്നവരും ഒക്കെ ഈ പിതാവിൽ നിന്നും അകന്നു പോയില്ലേ? നമുക്ക് ഈ ദൈവസന്നിധിയിലേക്ക് കടന്നു വരാം, ആ സ്വർഗീയ വിരുന്നിലേക്ക് കടന്നു വരാം. പരാതി പറയുന്ന ഒരു ധൂർത്തപുത്രനും മൂത്തപുത്രനുമാകാതെ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്കും ചൈതന്യത്തിലേക്കും നമുക്ക് കടന്നു വരാം. ഈ രാത്രി, ഈ തപസ്സുകാലത്തിലെ ഈ ശുഭമായ ദിനം എൻ്റെയും നിങ്ങളുടെയും ഒക്കെ കരുണ ഒഴുകുന്ന ദിവസമാകട്ടെ. നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ പ്രിയപ്പെട്ടവരിലേക്ക്, നമ്മുടെ പ്രവർത്തന മേഖലകളിലേക്ക്, സഭ മുഴുവനും ലോകം മുഴുവനും ദൈവത്തിൻ്റെ കരുണ ഈ ദിവ്യകാരുണ്യനാഥനിൽ നിന്നും ഒഴുകുന്നു. നമുക്ക് ആയിരിക്കുന്ന ഇടങ്ങളിൽ മുട്ടുകുത്താം. നമ്മുടെ പ്രിയപ്പെട്ടവരെയും നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ആവുന്ന വിധത്തിൽ നമ്മുടെ ശിരസ് കുമ്പിട്ട് നിലംപൊട്ടി നമുക്ക് ദൈവത്തിൻ്റെ കരുണയെ, ദൈവത്തിൻ്റെ പാദാന്തികത്തെ ആശ്രയിച്ചുകൊണ്ട് അവിടുത്തെ കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഈശോയുടെ ശക്തി ലോകം മുഴുവനും, നമ്മുടെ ദേശത്തും, നമ്മുടെ എല്ലാ പ്രവർത്തന മേഖലകളിലും, നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലേക്കും വന്നു നിറയട്ടെ. യേശുവേ നന്ദി. 35 സങ്കീർത്തനം പറയുന്നു, ഇൻ യുവർ ഹാൻഡ്സ് ലോർഡ് ഐ കമൻഡ് മൈ സ്പിരിറ്റ്. കർത്താവേ, അങ്ങേ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. കർത്താവേ, വിശ്വസ്തനായ ദൈവമേ, അവിടുന്ന് എന്നെ രക്ഷിച്ചു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആഴി തന്നഗാധത്തേക്കാൾ അനന്തമാം കാരുണ്യമേ, ആഴി തന്നഗാധത്തേക്കാൾ അനന്തമാം കാരുണ്യം. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യനാഥനിൽ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ശുഭമായ ഒരു രാത്രിയും സുന്ദരമായ ഒരു പുതിയ പ്രഭാതവും ദിനവും ആശംസിക്കുന്നു. വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഈശോയിൽ നമുക്കൊന്നു ചേരാം, പ്രാർത്ഥനയിൽ ഓർക്കാം. ദൈവം നിങ്ങളെ രക്ഷിക്കട്ടെ. ദ ലോർഡ് ഗ്രാൻഡ് us a
ക്വയറ്റ് നൈറ്റ് ആൻഡ് പെർഫെക്റ്റ് നൈറ്റ്. ആമേൻ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.